സ്മിത, നമ്മൾ ഒരു കാലത്ത് വാർത്ത വായിക്കുന്നൊരു വികാരരഹിതമായിട്ട് കേൾക്കുന്ന വാർത്തകൾ, കാണുന്ന വാർത്തകളൊന്നും ഉൾക്കൊള്ളാതെ വടി പോലെ ഇരുന്ന് വായിക്കണം എന്നുള്ള ആ കാലമൊക്കെ പോയി. ഇപ്പം നമുക്ക് യഥാർത്ഥത്തിൽ മനുഷ്യനാണ്, നമുക്ക് വികാര വായ്പൊക്കെ വരും എന്നൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ സ്മിത എങ്ങനെയാണ് പൊതുവെ പെട്ടെന്ന് ടെൻസാവും? സ്മിത ഏതൊരു വാർത്ത വായിച്ചുകൊണ്ട് കണ്ണ് നിറഞ്ഞു പോയോ? അത് ഈ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. നമ്മുടെ ആലുവയിലെ ആ കുട്ടിയുടെ. അതെന്താ വെച്ചാൽ നമ്മളെല്ലാവരും ആ കുട്ടി രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിലിരുന്നതാണ്. അപ്പോൾ ആ കുട്ടി പോയി. നമ്മൾ വല്ലാതെ വേദനയായിരുന്നു. പിറ്റേ ദിവസം അത് വരുന്നു. പിന്നീട് ഇപ്പൊ സ്മിത ചേച്ചി പറഞ്ഞല്ലോ, ആ വാർത്ത വരുന്ന സമയത്ത് നമ്മൾ രാവിലെ വരുമ്പോൾ ഈ കുട്ടിയെ കാണുന്നില്ല എന്ന് കാണുക. അപ്പം നമ്മുടെ ദിലീപേട്ടനുണ്ട്, ഡെസ്കിൽ എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മുടെ സൈഡിൽ ഒരു OTS കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. എല്ലാവരും കൂടി ഇരുന്ന് കുട്ടിയുടെ ചിത്രം വെച്ചിട്ട് അതെ 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 ഒരു ക്യാമ്പയിൻ പോലെ ആ കുട്ടിയെ കണ്ടുകിട്ടുന്നത് വരെ നമുക്ക് ആ നിലയ്ക്ക് വാർത്ത കൊടുക്കണം നമ്മൾ തീരുമാനിച്ച്. ആ വാർത്ത OTS വരുന്ന അതേ സമയത്താണ്, സ്ക്രീനിന്റെ പോർഷനാണ് OTS. ആ സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു അത് ഭയങ്കര നമ്മളെ ആ സമയത്ത് ഡെസ്കിൽ എല്ലാവരും ബാധിച്ച ഒരു കാര്യമാണ് സ്മിത പറഞ്ഞത്. അപ്പോൾ ആ വാർത്ത ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം അമ്മയുടെ ഒരു സങ്കടം ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, നമ്മളോട് സംസാരിക്കുകയാണ് അമ്മ ഓൺ എയറിൽ. അപ്പോൾ എൻ്റെ കണ്ണ് അല്ലാതെ നിറഞ്ഞും പോയി. എനിക്കൊന്നും ശബ്ദം ഇടറിപ്പോയി. അപ്പോൾ കുറേ പേര് യൂട്യൂബിൽ അത് ചിലർ ഇങ്ങനെ വാർത്ത വായിക്കുമ്പോൾ കരയാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിലരപ്പോൾ തന്നെ അതിന് മറുപടിയും അതിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയാണ് സാർ, എനിക്ക് വല്ലാതെ സങ്കടം വരും. സ്മിത അതിനെക്കുറിച്ച് അങ്ങനെ കണ്ടവിടറി, വാക്കുകൾ ഇടറി, ശബ്ദം ഇടറി, മാത്രമല്ല സംസാരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ഈ കുഞ്ഞിൻ്റെ മരണം അറിഞ്ഞപ്പോൾ എല്ലാവരും നടുങ്ങിപ്പോയ സംഭവമായിരുന്നു അത്. കാര്യം ആ രീതിയിൽ ആ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ നിമിഷവും. അപ്പോൾ സ്മിതയുടെ വ്യക്തിപരമായ അഭിപ്രായം, അങ്ങനെ ആകാമോ, ആയിക്കൂടെ? പ്രൊഫഷണലി ആവരുതെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ വാർത്ത വായിക്കുമ്പോൾ എല്ലാത്തിലും നമ്മളുടെ ആ വികാരങ്ങൾ വ്യത്യാസമല്ലേ. സന്തോഷമുള്ള ഇപ്പോൾ ഒരു സ്പോർട്സിൽ നമ്മൾ ഇന്ത്യ ജയിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ശബ്ദത്തിലും ഒക്കെ നമ്മുടെ സന്തോഷം വരും. അതിനൊരു ബാലൻസ് വേണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആഷ്മി, എനിക്ക് തോന്നുന്നു ഈ ആലുവയിൽ ഈ മരണം കൊലപാതകം നടന്ന സ്ഥലത്ത് പോയിട്ട് ഒരു പ്രത്യേക പ്രോഗ്രാം ഭാഷ ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഹൃദയമൊക്കെ കയ്യിലെടുത്ത് പിടിച്ച് നടത്തേണ്ട ഒരു പ്രോഗ്രാമാണ്. ആഷ്മിയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഈ കുഞ്ഞിനെ ആണെങ്കിലേ ഈ ആ നരാധമം കൊണ്ടിട്ടത് അങ്ങറ്റത്തുള്ള ഒരു മൂലയ്ക്കായിരുന്നു. അപ്പം മൂലയ്ക്ക് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ട് തിരിച്ചറിയാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി കുഞ്ഞിൻ്റെ അച്ഛനെ കണ്ട് തിരിച്ചറിഞ്ഞ് കൂടുതൽ മലയാളിയുണ്ട്. ആ മലയാളി പറയുന്ന വാക്ക് കേട്ടോ, ഞാൻ കരഞ്ഞു, ഞാൻ അവിടെ നിന്ന് കരഞ്ഞ്. അപ്പോൾ അതിനുശേഷം അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ സങ്കടങ്ങളും, അമ്മ അച്ഛൻ, പരമമായ നിസ്സഹായത, സങ്കട ദിവസമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് മനസ്സിൽ അതിങ്ങനെ എന്നെ ഒരു വാർത്ത ബാധിക്കാറുണ്ടെങ്കിലും അത്ര ദിവസത്തേക്ക് ദീർഘ ദിവസങ്ങൾ ബാധിക്കാറില്ല. ഇത് ആഴ്ചകളോളം എൻ്റെ മനസ്സിനെ വേട്ടയാടിയ ഒരു വാർത്തയും ഇപ്പോഴും ഓർക്കുമ്പോൾ നല്ല വിഷമവും സങ്കടവും ഉള്ള വാർത്തയാണ്. ഗോപികൃഷ്ണൻ, ശരിക്കും പല ആൾക്കാർ, ഇപ്പം നമുക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. നമുക്ക് ഒരുപാട് ദൈനംദിന പ്രശ്നങ്ങളുണ്ട്. നമുക്കൊരു കുടുംബമുണ്ട്, നമ്മുടെ കുട്ടികളുണ്ടാവും, അതിൽ ഭാര്യയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും, അമ്മമാർക്കൊക്കെ പ്രശ്നമുണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നാണ് വാർത്താ മുറിയിലേക്ക് നമ്മൾ കയറി വരുന്നത്. ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ടാവും. അപ്പോൾ എന്നാൽ ആളുകൾ കാണുന്നത് നിങ്ങളൊരു യന്ത്രം പോലെ നിന്ന് നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ യൂട്യൂബിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇത്തിരി ഒരു ദിവസം, ഇപ്പം ഇന്ന് രാവിലെ തന്നെ എനിക്ക് മൂടില്ലേ എന്ന് ചോദിച്ച ഒരുപാട് പ്രേക്ഷകരുണ്ട്. കാര്യം ഞാൻ ഒത്തിരി മൂഡ് ഔട്ടായിരുന്നു. കാര്യം എനിക്കൊരു ചെറിയൊരു പുറംവേദന. അപ്പോൾ ഈ ബാക്ക് പെയിൻ ഇങ്ങനെ കുറച്ച് കരുത്ത് ആർജിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ തന്നെ പ്രേക്ഷകർ മുമ്പ് ഞാൻ യഥാർത്ഥത്തിൽ അടിപൊളിയായി നിൽക്കണം എന്ന് ആഗ്രഹിച്ച് തന്നെ വന്നത്. പക്ഷേ എന്നെ വേദന കാർന്നു തിന്നുന്നതുകൊണ്ട് ചിലപ്പോൾ ഇത്തിരി മൂഡ് ഔട്ടായി കാണും. അപ്പോൾ ഈ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എനർജി പോകുന്നു, എനർജി പോകുന്നു. അപ്പോൾ ഇങ്ങനെ എനർജി പോകുന്നു നിലവിളിക്കുന്നവരോട് ഗോപിക്ക് എന്താ പറയാ? അല്ല, എനിക്ക് തോന്നുന്നത് എസ് കെ ഒരു ഇമോഷണൽ ബാലൻസ് വേണം. പക്ഷേ അതേസമയം നമ്മൾ മനുഷ്യരാണല്ലോ. ഇപ്പോൾ നമുക്ക് ഒരു കുഞ്ഞിനെതിരായിട്ടുള്ള ഒരു അതിക്രമം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു കൊലപാതകം ഉണ്ടായാൽ, ഇപ്പോൾ അച്ഛനും അമ്മയും വെട്ടിക്കൊല്ലുന്ന മക്കൾ, ഇങ്ങനെയൊക്കെയുള്ള വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യരെന്ന നിലയിൽ നമ്മളെ അത് എഫക്റ്റ് ചെയ്യും എങ്ങനെയായിട്ട്. പിന്നെ എസ് കെ പറഞ്ഞവർ, ഇപ്പോൾ എസ് കെ വളരെ എനർജറ്റിക് ആയിട്ട് ഓൺ എയറിൽ വരുന്ന ഒരാളാണ്, ഓൺ സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ ചെറിയൊരു മാറ്റം വരെ അത് അവർക്ക് ഫീൽ ചെയ്യും. ഇപ്പം രണ്ട് ശൈലിയിലാണ്. ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മൾ വായിച്ചു വന്നിരുന്ന രീതി എന്ന് വെച്ചാൽ ഏറെക്കുറെ ഒബ്ജക്റ്റീവായിട്ട് വാർത്ത വായിക്കുക. അത് നിർവികാരമായി തന്നെ ഏത് വാർത്ത വന്നാലും നിർവികാരമായിട്ട് വായിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമുക്കത് പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഞാൻ ഒരുമിച്ച് നമ്മൾ റേഡിയോയിലുള്ള സമയത്ത് വാർത്ത വായിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പിന്നെ ബസ് അപകടത്തിൽ മരിച്ച വാർത്ത എനിക്ക് അന്ന് രാവിലെ വായിക്കേണ്ടി. ആ വാർത്ത വായിച്ചാണ് നമ്മൾ റേഡിയോയിലുള്ള സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അവൻ മരിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്കും ഉണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾക്കൊരു ഇമോഷണൽ ബാലൻസ് അതിനകത്ത് വേണം. മനുഷ്യരുടെ നിലയിൽ ഇതൊക്കെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും എല്ലാ. പിന്നെ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗോപി ചിലപ്പോൾ എന്താ പറയുക, ഈ അടുത്തിടയ്ക്ക് ഞാനിങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ ഈ ഒരു കക്ഷിയെ കഞ്ചാവ് കേസ് പിടിച്ചു. കഞ്ചാവ് കേസ് പിടിച്ച് ഇങ്ങനെ ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുക, വളരെ ആവശ്യത്തോടെ വായിച്ചിങ്ങനെ മനസ്സിലായി എൻ്റെ വകയിലൊരു അമ്മാവനായിട്ട് വരും. അപ്പോൾ പക്ഷേ അവിടെ നിർത്താൻ പറ്റുമോ? എനിക്ക് നിർത്താൻ പറ്റുമോ? പക്ഷേ നാട്ടിലിറങ്ങി അങ്ങനെ എന്നെ അടിക്കും.
കാര്യം ഞാൻ ഈ വാർത്ത വായിച്ചു തള്ളി എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും സംഭവിക്കാത്തല്ല വായിച്ചതല്ല. ഈ അടുത്തിടയ്ക്ക് നാട്ടിൽ പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളി ദൂരെ കൂടെ നടന്നു പോകുന്നു. എനിക്കൊന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു, പുള്ളിയുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ. പക്ഷേ ധൈര്യം വന്നില്ല, കാര്യം നല്ല കരുത്തന.